കുട്ടാ ടാറ്റാ. 2 days കഴിഞ്ഞിട്ട് കാണാട്ടാ. അയ്യോ സങ്കടമായോ? ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഇങ്ങനെ സങ്കടപ്പെട്ടാൽ ഞങ്ങൾ എങ്ങനെയാ പോവാ? ആവിക്കുട്ടി ഞങ്ങൾ ടാറ്റ പോട്ടെ. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാട്ടോ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ. ഗുഡ് ഗേൾ. നല്ല കുട്ടിയാവണേ. സങ്കടം വന്നതല്ല ലിയമ്മൻ. കളിക്കരുത്. വേഗം വരാട്ടോ. അപ്പൊ ദേ ലിയോ ലാവിനെ പൊന്നുപോലെ നോക്കാൻ അതുൽ ഭായ് ഉണ്ട് അല്ലേ? നമ്മൾ നോക്കുന്ന പോലെ തന്നെ അതുൽ ഭായ് നോക്കും. അതേപോലെ ലിയോ ലാവിക്ക് അതുൽ ഭായിനെ ഞങ്ങളെ പോലെ തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതുൽ ഭായിയുള്ള സമാധാനത്തിൽ ഞങ്ങൾ പോവാണേ. ബൈ. 2 ദിവസം ലിയോ ലാവിനെ നല്ലോണം നോക്കണേ. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതുൽ ഭായ് നോക്കും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളൊരു യാത്ര പോവാണ് ഒരു 2-3 ദിവസത്തേക്ക്. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആൾ ആരാന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യാം. എന്തായാലും ഞങ്ങൾ 3 പേരും ഈ ആളെ കാണാനായിട്ട് ഒരുപാട് ഹാപ്പിയാണ്, എക്സൈറ്റഡുമാണ്. 1 വർഷത്തോളമായി നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമിലാണ് നമ്മൾ അവസാനമായിട്ട് ആളെ കണ്ടത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം. കോയമ്പത്തൂരോട്ടാണ് പോകുന്നത്. നമുക്കങ്ങനെ ഒരുപാട് യാത്രകളൊന്നും ചെയ്യാൻ അധികം സമയം കിട്ടാറില്ല. രോഹിത്തിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീവൊക്കെ കിട്ടുന്ന ടൈമിലാണ് നമ്മൾ പോകാറുള്ളത്. അങ്ങനെ പോകുന്ന ട്രിപ്പുകളൊക്കെ തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാറുമുണ്ട്. ലിയോ ലാവി കൂടെ ഇല്ലല്ലോ, അവരെ 2-3 ദിവസം മിസ് ചെയ്യല്ലോ എന്നുള്ള ഒരൊറ്റ സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ അതിന് ഞങ്ങൾക്ക് ടെൻഷനില്ല. കാരണം അതുൽ ഭായ് പൊന്നുപോലെ ലിയോ ലാവിനെ നോക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേപോലെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അതുൽ ഭായ് ആണ് വന്ന് നിൽക്കാറുള്ളത്. ഞങ്ങൾ പോകുന്ന സമയത്ത് മാത്രമേ ലിയോ ലാവിക്ക് ഒരു സങ്കടം ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അതുൽ ഭായ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെ കാണിച്ചു തരും. പിന്നെ തിരിച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളധികം മൈൻഡ് ചെയ്യാറില്ല. ഇത് സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് അതുൽ ഭായ് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അതുൽ ഭായ്. അപ്പോൾ ആ അതുൽ ഭായിൻ്റെ അടുത്താണ് ലിയോ ലാവി ഉള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞതേ പാലക്കാടുള്ള ടണൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വടക്കാഞ്ചേരി എത്തി. സ്ഥിരമായിട്ട് നമ്മൾ കോയമ്പത്തൂരോട്ട് പോകുമ്പം ആര്യാസ് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത്. അവിടെ തന്നെ ഇത്തവണയും നിർത്തി നമ്മൾ 3 ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. ഒരു നല്ല കാപ്പിയും കുടിച്ച് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി. ഇവിടെ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പാലക്കാട്ടിലെ ലുലു മോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാലക്കാടുണ്ടോ, പാലക്കാട് ലുലു മോളിൽ പോയിട്ടുണ്ടോ, കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തി. ഒപ്പനക്കര സ്ട്രീറ്റിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. അവരുടെ കൾച്ചർ ആവട്ടെ, തമിഴ് ലാംഗ്വേജ് ആവട്ടെ, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു തമിഴ്നാട്ടുകാരിയാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നാറുണ്ട്. അത്രയ്ക്കും ഇഷ്ടമാണ്. ഇപ്പം എവിടേക്കെങ്കിലും യാത്ര പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാം തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്നാണ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരുള്ള ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആ ആൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മളൊരു സന്ധ്യാസമയത്താണ് എത്തുന്നത്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതാണ് ആൾ, ഞങ്ങളുടെ അമ്മമ്മ, രോഹിത്തിൻ്റെ അമ്മമ്മയാണ്, അമ്മയുടെ അമ്മ. അപ്പം നമ്മൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അമ്മമ്മയും അമ്മയുടെ സിസ്റ്ററൊക്കെ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മമ്മേനെ കണ്ട് അമ്മമ്മയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നാളെ നമ്മൾ വേറൊരു യാത്ര പോകും. എന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ അമ്മമ്മയുടെ അടുത്തായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അമ്മമ്മേനെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.